ഒരു മാസത്തിന് ശേഷം ജാനു ഉച്ചതിരിഞ്ഞ് ദുർഗയുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ ദുർഗയുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് പോകാൻ റെഡിയായി ഒരു ഫയൽ നോക്കാൻ വേണ്ടി സോഫയിൽ ഇരിക്കുകയായിരുന്നു. ജാനു ഹാൾ തുടക്കുകയായിരുന്നു. പെട്ടെന്ന് പിൻവാതിൽ വഴി ഒരുത്തൻ കയറി വന്ന് ദുർഗയെ വടിവാൾ കൊണ്ട് വെട്ടാൻ വാളുയർത്തി. അത് കണ്ടതും ജാനു അത് തടഞ്ഞു. പെട്ടെന്ന് ഉന്നം തെറ്റി വാൾ ജാനുവിൻ്റെ പുറത്തുകൊണ്ട് രക്തം ചീറ്റി. ആ ശബ്ദം കേട്ടാണ് ദുർഗ ചാടി എഴുന്നേറ്റത്. ഉടനെ സർവീസ് റിവോൾവർ എടുത്ത് അവൻ്റെ കാലിൽ ഷൂട്ട് ചെയ്തു. ആ നിമിഷം അവൻ നിലം പതിച്ചു. ഉടനെ പോലീസുകാരെ വിളിച്ച് രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രതിയെ അറസ്റ്റ് ചെയ്തു. ജാനുവിന് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ടതിനാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് വേലായുധൻ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. വിവരമറിയാതെ ആകെ പരിഭ്രമിച്ചു പോയി വേലായുധൻ. അപ്പോഴേക്കും ദുർഗ അങ്ങോട്ടേക്ക് വന്നു. വേലായുധനെ കണ്ടപ്പോൾ സമാധാനപ്പെടുത്തി. പുറത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച കാരണം അപകടനിലം തരണം ചെയ്തു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുറിവ് തുന്നിക്കെട്ടാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതാണ്. പേടിക്കാനില്ല, പരിഭ്രമിക്കൊന്നും വേണ്ട, ഞാനുണ്ട് കൂടെ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ജാനുവിനെ പുറത്തു കൊണ്ടുവന്നു. നഗരത്തിലെ പ്രധാന റൗഡിയായിരുന്നു കടുവ ജോണി. നഗരം ഭരിക്കുന്നത് അവനും അവൻ്റെ കൂട്ടാളികളുമാണ്. പട്ടാപ്പകൽ ആക്രമണം കാണിക്കാൻ ഒരു ഭയവുമില്ലാത്തവനാണ് കടുവ. അവനെക്കൊണ്ട് നഗരം പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ദുർഗ അവിടേക്ക് കമ്മീഷണറായി വരുന്നത്. ഒട്ടേറെ പരാതികൾ കടുവയെപ്പറ്റി ദുർഗയുടെ മുന്നിലെത്തി. ഒരു ദിവസം രാത്രി സായുധ സേനയുടെ അകമ്പടിയോടെ കടുവ സങ്കേതം വളഞ്ഞ് ജോണിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഗുണ്ട ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ധാരാളം കേസുകൾ കടുവയ്ക്കെതിരെ വരാൻ തുടങ്ങി. ബലാത്സംഗം, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം തുടങ്ങി അനവധി കേസുകളിൽ പ്രതിയാണ് കടുവയും കൂട്ടാളികളും. അടുത്ത കാലത്തൊന്നും പുറത്തു വരാൻ സാധിക്കാത്തത്ര കേസുകളാണ് കടുവയുടെ മേൽ ചാർത്തിയത്. അതിൻ്റെ തെളിവെടുപ്പും കേസന്വേഷണവും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിടുത്തം കിട്ടാതിരുന്ന ബാറ്ററി വാസുവാണ് ദുർഗയുടെ വീട്ടിൽ വന്ന് ദുർഗയെ കൊല്ലാൻ ശ്രമം നടത്തിയത്. കമ്മീഷണറുടെ ജീവൻ രക്ഷിച്ചതിന് സർക്കാർ ജാനുവിന് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. പരിക്ക് ഭേദമായാൽ അവരെ ആദരിക്കുന്ന വേദിയിൽ വെച്ച് തുക കൈമാറും എന്ന് പ്രഖ്യാപിച്ചു. സ്വന്തം ജീവൻ നോക്കാതെ കമ്മീഷണറുടെ ജീവൻ രക്ഷിക്കാൻ കാട്ടിയ ധൈര്യത്തിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. അവരുടെ ചികിത്സാ ചെലവ് മൊത്തം സർക്കാർ ഏറ്റെടുത്തതായും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ജാനുവിന് ബോധമുണ്ടായിരുന്നില്ല. നേരെ ICUവിലേക്കാണ് കൊണ്ടുപോയത്. ബോധം വരാൻ 4 മണിക്കൂർ കഴിയും എന്നാണ് കൂടെയുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞത്. വേലായുധൻ സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. ദുർഗ ഡോക്ടറോട് സംസാരിച്ച് അങ്ങോട്ട് വന്നു. പേടിക്കാനൊന്നുമില്ല ചേട്ടാ, സമാധാനമായിരിക്കൂ. ബ്ലഡ് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാരണം 2 കുപ്പി ബ്ലഡ് കയറ്റണം. ബ്ലഡെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പോലീസുകാരെ ഡ്യൂട്ടിക്ക് വെച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അവർ സഹായിക്കും. എന്നാൽ ഞാൻ ഓഫീസിലോട്ട് പോകട്ടെ? ശരി കൊച്ചേ. ദുർഗ ഓഫീസിലേക്ക് പോയി. വേലായുധൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മൊയ്തുവും പാത്തുവും വന്നു. എന്താ പറ്റിയത് ജാനുവച്ചിക്ക്? പുറത്ത് വെട്ടേറ്റതാണ്. ആര് വെട്ടി? കമ്മീഷണറെ വെട്ടിയതാണ് ഒരു ഗുണ്ട. അത് ഇവൾ തടഞ്ഞു. അപ്പോൾ ഇവളുടെ പുറത്ത് വെട്ടുകൊണ്ടു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മുറിവ് തുന്നിക്കെട്ടി കൊണ്ടുവന്നു. ഇപ്പോൾ ICUവിലാണ്. ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂർ കഴിഞ്ഞാൽ ബോധം വരും. വേലായുധൻ സങ്കടത്തോടെ പറഞ്ഞു. സമാധാനമായിട്ടിരിക്കു വേലായുധേട്ടാ, ഞങ്ങളൊക്കെ ഇല്ലേ സഹായത്തിന്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, മൊയ്തു പറഞ്ഞു. പിള്ളേര് സ്കൂള് വിട്ട് വന്നുവോ? വന്നു. ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ടാ വരുന്നത്, പാത്തു പറഞ്ഞു. അവർ വല്ലതും കഴിച്ചോ? വേലായുധൻ ചോദിച്ചു. ഉമ്മ അവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, കട്ടൻ കാപ്പിയും. വേലായുധേട്ടൻ വല്ലതും കഴിച്ചോ? മൊയ്തു ചോദിച്ചു. എനിക്കൊന്നും വേണ്ട മൊയ്തു, അവളൊന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതി. ജാനുവിൻ്റെ കൂടെ ആരാ ഉള്ളത്? സിസ്റ്റർ പുറത്തു വന്ന് ചോദിച്ചു. കുറച്ച് കഞ്ഞിവെള്ളം വാങ്ങിയിട്ട് വരണം. ബോധം വരുമ്പോൾ കൊടുക്കാനാണ്, തൊണ്ട നനയ്ക്കാൻ വേണ്ടി, സിസ്റ്റർ പറഞ്ഞു. ഞാൻ വാങ്ങിയിട്ട് വരാം. വേലായുധേട്ടൻ ഇവിടെ ഇരിക്കൂ, മൊയ്തു പറഞ്ഞു. മൊയ്തു പാത്തുവിൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി കഞ്ഞി വാങ്ങാൻ പോയി. വേലായുധൻ നടത്തം തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മൊയ്തു കഞ്ഞിവെള്ളവുമായി വന്നു. ബെല്ലടിച്ചു. സിസ്റ്റർ വന്ന് വാതിൽ തുറന്നു. മൊയ്തു കഞ്ഞിപ്പാത്രം സിസ്റ്റർക്ക് കൊടുത്തു. സിസ്റ്റർ അത് വാങ്ങി. സിസ്റ്ററെ, എപ്പോഴാ അവളെ ഒന്ന് കാണാൻ പറ്റുക? വേലായുധൻ ചോദിച്ചു. 1 മണിക്കൂറിനുള്ളിൽ കാണാം, അപ്പോഴേക്കും ബോധം വരും എന്ന് പറഞ്ഞ് സിസ്റ്റർ വാതിലടച്ചു. വേലായുധേട്ടാ, ഒരു ചായ കുടിക്കാം, അപ്പോൾ ഒരു സമാധാനം കിട്ടും, മൊയ്തു പറഞ്ഞു. ഇല്ല മൊയ്തു, എനിക്ക് അവളെ കണ്ട് 2 വാക്ക് സംസാരിച്ചാലേ സമാധാനം കിട്ടൂ, വേലായുധൻ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല വേലായുധേട്ടാ, ജാനേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, മൊയ്തു സമാധാനിപ്പിച്ചു. ആരാ വേലായുധൻ? സിസ്റ്റർ വന്ന് ചോദിച്ചു. ഞാനാണ് സിസ്റ്റർ, വേലായുധൻ പറഞ്ഞു. പേഷ്യൻറ്റിനെ കാണണമെന്ന് പറഞ്ഞു, വന്നോളൂ. വേലായുധൻ ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി. സിസ്റ്റർ ഡോർ ലോക്ക് ചെയ്തു.
അകത്ത് കടന്നപ്പോൾ ജാനു മയങ്ങിക്കിടക്കുകയാണ്. ഒരു കൈയിൽ കൂടി ബ്ലഡ് കയറ്റുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കൂ, സിസ്റ്റർ പറഞ്ഞു. ജാനു, കണ്ണു തുറക്ക്. വേലായുധൻ വിളിച്ചു. ജാനു പതുക്കെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. എന്തോ പറയാൻ ശ്രമിച്ചു. ശബ്ദം പുറത്തു വന്നില്ല. വേലായുധൻ ജാനുവിൻ്റെ കയ്യിൽ പിടിച്ച് തലോടി. ജാനു പതിയെ കണ്ണു തുറന്നു. വേലായുധനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വ്യക്തമായില്ല. കുറച്ചു കഴിഞ്ഞാൽ ശരിയാകും, സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ കുറച്ച് കഞ്ഞിവെള്ളം സ്പൂണിൽ കോരി വായിൽ ഒഴിച്ചു കൊടുത്തു. ജാനു അതിറക്കി. 2 സ്പൂൺ കൂടി കൊടുത്തു. ബാക്കി മാറ്റിവെച്ചു. അധികം കൊടുത്താൽ ഛർദ്ദിക്കും, സിസ്റ്റർ പറഞ്ഞു. വേലായുധൻ പതിയെ ജാനുവിൻ്റെ നെറ്റിയിലും തലയിലും തലോടി. ജാനു പതിയെ ചിരിച്ചു. പേടിക്കണ്ടാട്ടോ, ഞാനിവിടെ ഉണ്ട്, വേലായുധൻ പറഞ്ഞു. ജാനു കൈ ഉയർത്തി വേലായുധൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഡോക്ടർ ജാനുവിനോട് ചോദിച്ചു. നല്ല വേദനയുണ്ട്, ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. വേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഇപ്പോൾ തരാം. അപ്പോൾ വേദന കുറയും ട്ടോ, ഡോക്ടർ പറഞ്ഞു. 1 ആഴ്ച കിടക്കേണ്ടി വരും, എന്നാലേ മുറിവ് ഉണങ്ങൂ. ഉണക്കമായാൽ സ്റ്റിച്ച് വെട്ടും. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം, ഡോക്ടർ പറഞ്ഞു. ശരി ഡോക്ടർ, വേലായുധൻ പറഞ്ഞു. ഇവിടെ അധിക നേരം നിൽക്കണ്ട, അവർ ഉറങ്ങിക്കോട്ടെ, ഡോക്ടർ വേലായുധനോടായി പറഞ്ഞു. എന്നാൽ ഞാൻ പുറത്ത് നിൽക്കാട്ടോ, ഉറങ്ങിക്കോളൂ, വേലായുധൻ ജാനുവിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഡോക്ടർ മരുന്ന് എഴുതി സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി. സിസ്റ്റർ ആ കടലാസ് പുറത്തിരിക്കുന്ന പോലീസുകാരെ ഏൽപ്പിച്ചു. പോലീസുകാരിൽ ഒരാൾ മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോയി. എങ്ങനെയുണ്ട് വേലായുധേട്ടാ, മൊയ്തു ചോദിച്ചു. ബോധം വന്നു, ഞാൻ സംസാരിച്ചു. അധികം ശല്യം ചെയ്യണ്ട എന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഞാൻ പുറത്തേക്ക് പോന്നു. അപ്പോൾ നാളെ കാണാൻ പറ്റുള്ളൂ അല്ലേ? അതെ, നാളെ ശരിക്കും കാണാം. ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോ. കുട്ടികളെ നോക്കണേ. കുട്ടികളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം വേലായുധേട്ടാ, നിങ്ങൾ പേടിക്കാതിരിക്കേ, പാത്തു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, മൊയ്തു ചോദിച്ചു. ശരി മൊയ്തു, നാളെ കാണാം. 2 പേരും വീട്ടിലേക്ക് പോയി. വേലായുധൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജാനുവിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് കയറി വന്നു. ഒപ്പം അച്ഛനും ഉണ്ടായിരുന്നു. എന്തു പറ്റി എൻ്റെ മോൾക്ക്? ഒന്നുമില്ല അമ്മേ, ചെറിയ മുറിവ് പറ്റിയതാണ്. വെട്ടുകൊണ്ടു എന്നാണല്ലോ ഞാൻ കേട്ടത്. അതാ പറഞ്ഞേ, ചെറിയ മുറിവുണ്ടെന്ന്. ഞാനിപ്പോൾ പോയി സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, വേലായുധൻ പറഞ്ഞു. എനിക്കെൻ്റെ മോളെ ഇപ്പം കാണണം, അമ്മ കിടന്ന് നിലവിളിച്ചു. വേലായുധൻ സിസ്റ്ററുടെ അടുത്തേക്ക് ചോദിക്കാൻ പോയി. സിസ്റ്ററെ, അവളുടെ അമ്മ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്ത കാരണം ഉറങ്ങുകയാണ്, കുറച്ച് കഴിഞ്ഞ് കാണാം, സിസ്റ്റർ പറഞ്ഞു. വേലായുധൻ വിവരം അച്ഛനെയും അമ്മയെയും അറിയിച്ചു. ജാനുവിൻ്റെ അച്ഛൻ്റെ ചിന്ത ജാനുവിൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോയി. കൊച്ചുണ്ണി കല്യാണി ദമ്പതിമാരുടെ 3 മക്കളിൽ മൂന്നാമത്തെയാണ് ജാനു. മൂത്തത് 2ഉം ആണായിരുന്നു. ജാനു മകം നക്ഷത്രമായിരുന്നു. 3-ാംകാല് പെണ്ണായാൽ നല്ലത് എന്ന് പറഞ്ഞ പോലെ ജാനുവിൻ്റെ ജനനത്തോടെ കുടുംബത്തിന് പല ഐശ്വര്യങ്ങളും വന്നു ചേർന്നു. കൊച്ചുണ്ണി കൂലിപ്പണിക്കാരനായിരുന്നു. ലോണെടുത്ത് കുറച്ച് കൃഷി നടത്തി. എല്ലാം ലാഭം കിട്ടി. എല്ലാം ജാനുവിൻ്റെ രാശിയാണെന്ന് അവൻ വിശ്വസിച്ചു. ക്രമേണ അവർക്ക് വീടായി, കുറച്ച് കൃഷിസ്ഥലമായി. പിന്നെ കൃഷിസ്ഥലം വർദ്ധിപ്പിച്ചു. മക്കൾ വലുതായി. 2 ആൺമക്കളും ബോംബെക്ക് പോയി. അവിടെ ജോലി കിട്ടി. മാർവാടിയെ കെട്ടി അവിടെ കൂടി. ഒരിക്കൽ ജാനു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചക്ക വെട്ടുന്നതിനിടയിൽ വെട്ടുകത്തി കയ്യിൽ തട്ടി കൈ മുറിഞ്ഞു. നിലവിളിച്ച് ജാനു ആകെ ബഹളമായി. ചുറ്റുവട്ടത്തുള്ളവർ ഓടി വന്നു. അത് സാരമില്ല ജാനു, അപ്പയുടെ നീര് ഒഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞ് അപ്പയുടെ ഇല പൊട്ടിച്ചു കൊണ്ടുവന്ന് കയ്യിലിട്ട് ഉരുട്ടിപ്പിഴിഞ്ഞ് ചാറ് മുറിവിലിറ്റിച്ചു. 2 ദിവസം കൊണ്ട് മുറിവുണങ്ങി. കൊച്ചുണ്ണിക്കും കല്യാണിക്കും ജാനു മാത്രമായി. ജാനുവിന് 18 വയസ്സായപ്പോൾ സൽസ്വഭാവിയും ഒറ്റമകനുമായ വേലായുധന് കല്യാണം കഴിച്ചു കൊടുത്തു. കൊച്ചുണ്ണി ഇപ്പോഴും സ്വന്തം കൃഷിയിടത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നു. ജാനുവിനെ കാണാൻ വന്നവരാരാണ്? ഞങ്ങളാണ്, ജാനുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു. അകത്തേക്ക് വന്നോളൂ, സിസ്റ്റർ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് 2 പേരും അകത്തേക്ക് കയറി. അകത്ത് കടന്ന ഉടനെ അമ്മ ജാനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ചെറിയ വേദനയുണ്ട്, അത്രയുള്ളൂ. മോള് വല്ലതും കഴിച്ചോ? കഞ്ഞിവെള്ളം കുടിച്ചു. വിശക്കുന്നുണ്ടോ എൻ്റെ മോൾക്ക്? അത് മരുന്നിൻ്റെ ക്ഷീണം കൊണ്ടാണ്, അമ്മ ജാനുവിൻ്റെ നെറ്റിയിൽ തലോടി. മോളിനി പണിക്കൊന്നും പോകണ്ട, വീട്ടിൽ മക്കളെ നോക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ വീട്ടിൽ ചിലവ് കഴിയണ്ടേ അമ്മേ? അതിനുള്ള കാശൊക്കെ അച്ഛൻ തന്നോളും. അത് വേലായുധേട്ടന് ഇഷ്ടമാവില്ല അമ്മ. അച്ഛൻ്റെ പൈസയല്ലേ, അല്ലാതെ കടം വാങ്ങിയ കാശൊന്നും അല്ലല്ലോ മോളെ. ആരെയും ആശ്രയിക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാനാണ് താല്പര്യം. എന്തായാലും നിൻ്റെ മാറുന്നത് വരെ ഞാനിവിടെ നിൽക്കാം. വേണ്ടമ്മേ, വേലായുധേട്ടൻ നോക്കിക്കോളും. അമ്മ വയസ്സാം കാലത്ത് കിടന്ന് കഷ്ടപ്പെടണ്ടാട്ടോ. പിന്നെ അച്ഛനെ നോക്കാൻ ഒരാൾ വേണ്ടേ? എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം.
എന്തായാലും കുറച്ച് കഞ്ഞി കുടിക്ക് എന്ന് പറഞ്ഞ് അമ്മ കഞ്ഞി കോരി കൊടുത്തു. കുറച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ ജാനു മതിയെന്ന് പറഞ്ഞു. ബാക്കി കഞ്ഞി അമ്മ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കുറച്ചു നേരം കൂടി ജാനുവിൻ്റെ അടുത്തിരുന്നിട്ട് അച്ഛനും അമ്മയും പോകാൻ എണീറ്റു. മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ? അച്ഛൻ ജാനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ശരി അച്ഛാ, ജാനു പറഞ്ഞു. കുറച്ച് നോട്ടുകൾ എടുത്ത് വേലായുധൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. പൈസയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ചോദിക്കാൻ മടിക്കണ്ട വേലായുധ. നിന്നെ ഞാൻ സ്വന്തം മകനെ പോലെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അയ്യോ, പൈസയൊന്നും വേണ്ട അച്ഛാ. ചിലവെല്ലാം സർക്കാർ നേരിട്ടാണ് നടത്തുന്നത്. അത് സാരമില്ല, ഇത് കയ്യിൽ വെച്ചോ. മനസ്സില്ലാ മനസ്സോടെ വേലായുധൻ ആ പണം വാങ്ങി. രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി. ബസ് സ്റ്റോപ്പ് വരെ വേലായുധൻ കൊണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. അവരതിൽ കയറി. അച്ഛൻ വേലായുധനെ കൈവീശി കാണിച്ചു. അവരെ ബസ് കയറ്റിവിട്ട് വേലായുധൻ തിരിച്ചു നടന്നു ഹോസ്പിറ്റലിലേക്ക്. വേലായുധൻ റൂമിന് പുറത്ത് ബെഞ്ചിന്മേൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് വിളിച്ചു. പേഷ്യൻറ്റിന് കാപ്പി കുടിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഞാൻ കാപ്പി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വേലായുധൻ ഫ്ലാസ്ക് എടുത്തു പോകാനൊരുങ്ങി. കട്ടൻ കാപ്പി വാങ്ങിയാൽ മതി കേട്ടോ. പാല് ചെന്നാൽ ചിലപ്പോൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്, സിസ്റ്റർ പറഞ്ഞു. കട്ടൻ കാപ്പി വാങ്ങാം എന്ന് പറഞ്ഞ് വേലായുധൻ ചായക്കടയിലേക്ക് പോയി. ചായക്കടയിൽ ചെന്ന് ഒരു കാപ്പിയും 2 പഴംപൊരിയും വേലായുധൻ കഴിച്ചു. രാത്രിയിലെ ഭക്ഷണം 2 പഴംപൊരിയിൽ ഒതുക്കി വേലായുധൻ. ഫ്ലാസ്കിൽ കട്ടൻ കാപ്പിയും വാങ്ങി വേലായുധൻ ജാനുവിൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ജാനു കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ജാനു? വേദനയുണ്ട് കുറേശ്ശെ. 2 ദിവസം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ കുറഞ്ഞുകൊള്ളും, വേലായുധൻ സമാധാനിപ്പിച്ചു. നല്ല വിശപ്പുണ്ട് വേലായുധേട്ടാ. ഞാൻ കട്ടൻ കാപ്പി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് കുടിച്ചാൽ കുറച്ച് വിശപ്പ് മാറും. നാളെ തൊട്ട് ഭക്ഷണം കുറേശ്ശെ കഴിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് ഫ്ലാസ്കിൽ നിന്ന് കാപ്പി ഗ്ലാസ്സിലേക്ക് പകർത്തി ആറ്റി ചൂട് പാകമാക്കി ജാനുവിൻ്റെ വായിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. ജാനു അത് കുടിച്ചു. ഫ്ലാസ്ക് എവിടെ നിന്ന് കിട്ടി വേലായുധേട്ടാ? അത് പോലീസുകാരൻ തന്നതാണ്. മക്കളൊക്കെ എവിടെ? മക്കൾ പാത്തുവിൻ്റെ വീട്ടിലുണ്ട്, അവർ നോക്കാമെന്ന് പറഞ്ഞു. രാത്രി വേലായുധേട്ടൻ എവിടെ കിടക്കും? ഞാൻ പുറത്ത് ബെഞ്ചിൽ കിടന്നോളാം. അവിടെ കൊതുകുണ്ടാവില്ലേ? ഒരു രാത്രിയല്ലേ, സാരമില്ല. ജാനു കാപ്പി മുഴുവൻ കുടിച്ചു. ഇനി വല്ലതും വേണോ സിസ്റ്ററെ? ഇനി രാത്രി ഒന്നും വേണ്ട, രാവിലെ ഞാൻ പറയാം, സിസ്റ്റർ പറഞ്ഞു. വേലായുധൻ ജാനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇത്രയല്ലേ പറ്റിയുള്ളൂ, ദൈവാനുഗ്രഹമുണ്ട്. അതേ വേലായുധേട്ടാ, മക്കളുടെ ഭാഗ്യം. അപ്പോൾ എനിക്ക് ഭാഗ്യമില്ലേ? നിനക്ക് വല്ലതും സംഭവിച്ചാൽ എൻ്റെ കാര്യം ആര് നോക്കും? വേലായുധേട്ടന് വേറെ പെണ്ണ് കിട്ടാലോ? ഞാൻ വേറെ പെണ്ണ് കെട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ജാനുവിൻ്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് വേലായുധേട്ടാ. അങ്ങനെ നിനക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, അറിയോ? അങ്ങനെയൊന്നും ദൈവം നമ്മളെ പിരിക്കില്ല വേലായുധേട്ടാ. രാമന് ഒരു ഭാര്യയേ ഉള്ളൂ, അതുപോലെ വേലായുധന് ഒരു ഭാര്യയുള്ളൂ. ജാനുവിൻ്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വേലായുധൻ. ആ വാക്കുകൾ കേട്ടപ്പോൾ ജാനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ ജാനു, നീ അപ്പോഴേക്കും ഇങ്ങനെ കണ്ണുനീർ ഒലിപ്പിച്ചാലോ? ജാനുവിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വേലായുധൻ പറഞ്ഞു. വേലായുധേട്ടൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. അത് പോട്ടെ, നേരം വൈകി, നീ ഉറങ്ങിക്കോ, ഞാൻ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞ് വേലായുധൻ പുറത്തേക്ക് പോയി. വേലായുധൻ പുറത്ത് ബെഞ്ചിൽ പോയി കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. ആദ്യമായി വീട്ടിലേക്ക് ജാനുവിനെ കൂട്ടിക്കൊണ്ടുവന്ന രംഗം മനസ്സിലേക്ക് ഓടിയെത്തി. അന്നവൾക്ക് 18 വയസ്സ് മാത്രം പ്രായം. ജീവിതത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത പ്രായം. അടുക്കളയിലെ പാചകവും കാര്യമായിട്ടറിയില്ല. ആകെ അറിയാവുന്നത് ദോശയുണ്ടാക്കാനും ഉപ്പുമാവ് ഉണ്ടാക്കാനും കാപ്പി ഉണ്ടാക്കാനും ഓംലെറ്റ് ഉണ്ടാക്കാനും മാത്രം. പിന്നെ മുറ്റമടിക്കാനും വീട് അടിച്ചു വാരി തുടയ്ക്കാനും വൈകിട്ട് ദീപം വയ്ക്കാനും സന്ധ്യാനാമം ചൊല്ലാനും അറിയുമായിരുന്നു. അതിന്നും പറ്റാത്ത ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസവും മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. മക്കളെയും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ കുളിച്ച് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി വന്നിട്ടേ അടുക്കളയിൽ കയറാറുള്ളൂ. പാചകം ഓരോന്നായി കൂടെ നിന്ന് പഠിച്ച് ഇപ്പോൾ നല്ല പാചകക്കാരിയായി മാറി. അവളുണ്ടാക്കുന്ന ചമ്മന്തിക്ക് വളരെ നല്ല രുചിയാണ്. സാമ്പാറും അവിയലും മോരുകറിയും പുളിങ്കറിയും എല്ലാം വളരെ നന്നായിട്ടുണ്ടാക്കും. നല്ല രുചിയായിരുന്നു അതെല്ലാം. മംഗളം, മനോരമ മുതലായ പുസ്തകങ്ങൾ വായിച്ച് കണ്ണുനീർ വാർക്കലായിരുന്നു അവളുടെ പ്രധാന നേരമ്പോക്ക്. പിന്നെ തന്നേക്കാൾ പ്രായം കുറവുള്ള കുട്ടികളുമായി കല്ല് കളിക്കുക, അമ്പസ്ഥാനി കളിക്കുക, മരം കയറി മാങ്ങ പൊട്ടിക്കുക. പെൺകുട്ടിയാണെന്നോ കല്യാണം കഴിഞ്ഞതാണെന്നോ എന്നുള്ള യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മാവിന്മേൽ കയറിയിട്ട് പുളിയുറുമ്പിൻ്റെ കൂടിളക്കി ഉറുമ്പുകൾ കൂട്ടത്തോടെ ആക്രമിച്ചപ്പോൾ ഇറങ്ങാൻ പറ്റാതെ വാവിട്ട് നിലവിളിച്ചിട്ട്
താൻ ഓല കത്തിച്ച് ഉറുമ്പുകളെ തുരുത്തിയാണ് താഴെ ഇറക്കിയത്. ആ രംഗമെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. കുട്ടികൾ കുളത്തിൽ നീന്തണ കണ്ട് അതുപോലെ നീന്തണമെന്ന് വാശി പിടിച്ചപ്പോൾ വാഴപ്പിണ്ടി വെട്ടിക്കൊണ്ടുവന്ന് അതിൽ കിടത്തി നീന്തൽ പഠിപ്പിച്ചതെല്ലാം അടുത്തു കഴിഞ്ഞ പോലെയുണ്ട്. തച്ചോളി ഒതേനൻ സിനിമയ്ക്ക് പോയതും തിരിച്ചു വരുമ്പോൾ മഴ പെയ്തതും ആ മഴ മുഴുവൻ നനഞ്ഞ് വീട്ടിലെത്തി പിറ്റേന്ന് രാവിലെ പനി പിടിച്ച് തുള്ളിയതും 4 ദിവസം പനി പിടിച്ച് കിടന്നതും പണിക്ക് പോകാതെ കാവലിരുന്നതും ഇന്ന് നല്ല ഓർമ്മകളായി മാറി. അതെല്ലാം ആലോചിച്ച് വേലായുധൻ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജാനുവിൻ്റെ ആരാ പുറത്തുള്ളത്? സിസ്റ്റർ വന്ന് വിളിച്ചു. അപ്പോഴാണ് വേലായുധൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. എന്താ സിസ്റ്റർ? പേഷ്യൻറ്റിന് ചായ വാങ്ങിക്കൊണ്ടുവരണം. ഇപ്പോൾ വാങ്ങിയിട്ട് വരാം സിസ്റ്റർ എന്ന് പറഞ്ഞ് വേലായുധൻ ഫ്ലാസ്ക് എടുത്ത് ചായ വാങ്ങാൻ പോയി. കുറച്ചു കഴിഞ്ഞ് വേലായുധൻ ചായയുമായി വന്നു. അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് സിസ്റ്റർ വേലായുധൻ ജാനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചായ ചൂടാറ്റി കുറേശ്ശെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ജാനു മെല്ലെ അത് കുടിച്ചു. 8 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് റൂമിലേക്ക് മാറ്റിക്കോളൂ എന്ന്. അത് കേട്ടപ്പോൾ വേലായുധനും ജാനുവിനും സന്തോഷമായി. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് മൂത്രത്തിന് വേണ്ടി ഇട്ടിരുന്ന ട്യൂബ് പതുക്കെ ഊരി മാറ്റി. രാവിലെ 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടും ചന്തിയിൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് റൂം ശരിയായപ്പോൾ സിസ്റ്റർമാർ വന്ന് സ്ട്രെച്ചറിൽ അവരെ റൂമിലേക്ക് കൊണ്ടുപോയി. 23 ആയിരുന്നു റൂം നമ്പർ. ഇനി ഭക്ഷണമെല്ലാം സാധാരണ പോലെ കൊടുക്കാം, സിസ്റ്റർ പറഞ്ഞു. ചോറ് കൊടുക്കാൻ പറ്റുമോ? വേലായുധൻ ചോദിച്ചു. ഉച്ചയ്ക്ക് ചോറ് കൊടുത്തോളൂ. രാവിലെയും വൈകിട്ടും കഞ്ഞി കൊടുത്താൽ മതി. ശരി സിസ്റ്റർ. എന്തെങ്കിലും വയ്യായ്ക തോന്നിയാൽ ആ ബെൽ അമർത്തിയാൽ മതി. ഉടനെ സിസ്റ്റർമാർ വരും. ശരി, അങ്ങനെ ചെയ്യാം, വേലായുധൻ പറഞ്ഞു. സിസ്റ്റർമാർ പോയി കഴിഞ്ഞപ്പോൾ ജാനു പറഞ്ഞു, എനിക്ക് മൂത്രമൊഴിക്കണം. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള പാത്രമെടുത്ത് ചന്തിക്കടിയിലായി വെച്ചു കൊടുത്തു അയാൾ. മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ പാത്രമെടുത്ത് ബാത്റൂമിൽ പോയി കളഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളമൊഴിച്ച് പാത്രം കഴുകി കട്ടിലിനടിയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പുതപ്പെടുത്ത് കഴുത്തുവരെ മൂടി ജാനുവിനെ. ഞാൻ പോയി കഞ്ഞി വാങ്ങിയിട്ട് വരാം, വേലായുധൻ പറഞ്ഞു. ശരി വേലായുധേട്ടാ, വരുമ്പോൾ ഒരു മംഗളം കൂടി വാങ്ങിക്കണേ, ജാനു പറഞ്ഞു. ശരി, വാങ്ങിയിട്ട് വരാം. വേലായുധേട്ടൻ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാൽ കഴിച്ചിട്ട് വന്നാൽ മതി. ശരിയെന്ന് പറഞ്ഞ് വേലായുധൻ കഞ്ഞി വാങ്ങാൻ പോയി. ഒരു കഞ്ഞി കൊണ്ടുപോകാൻ, ഒരു കഞ്ഞി ഇപ്പോൾ കഴിക്കാൻ. ആശുപത്രിക്ക് അടുത്ത് കഞ്ഞിക്കട നടത്തുന്ന ശങ്കരേട്ടനോട് വേലായുധൻ പറഞ്ഞു. ആശുപത്രിക്കടുത്ത ഒരേ ഒരു കഞ്ഞിക്കടയാണ് ശങ്കരേട്ടൻ്റെ. ഒരു ഓല ഷെഡാണ് കഞ്ഞിക്കട. പേര് കഞ്ഞിക്കട എന്നാണെങ്കിലും ചായയും കാപ്പിയും എണ്ണക്കടികളും പിന്നെ ഉച്ചയ്ക്ക് ഊണും ലഭിക്കും അവിടെ. സഹായത്തിന് ശങ്കരേട്ടൻ്റെ ഭാര്യ രുക്മിണിയുമുണ്ട്. ആശുപത്രി തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ശങ്കരേട്ടൻ കഞ്ഞിക്കട. അതിനുശേഷമാണ് ശങ്കരേട്ടൻ കല്യാണം കഴിക്കുന്നതും വീട് വയ്ക്കുന്നതും. ഇപ്പോൾ 30 വർഷമായി. 2 പെൺമക്കളെ കെട്ടിച്ചയച്ചു. 2 പേരെയും കെട്ടിയത് സർക്കാർ ജോലിക്കാരാണെന്ന് നല്ല സ്നേഹമുള്ളവരാണ്. മക്കൾ നല്ല സുന്ദരിമാരായിരുന്നു. പിന്നെ മകന് സർക്കാർ ജോലി കിട്ടി. അടുത്ത മാസം മകൻ്റെ കല്യാണമാണ്. 30 വർഷം കൊണ്ട് ആശുപത്രി വളരെ വലുതായി. ചുറ്റുവട്ടത്ത് ധാരാളം ഹോട്ടലുകൾ വന്നു എങ്കിലും ശങ്കരേട്ടൻ്റെ കഞ്ഞിക്കടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കാണ്. മക്കൾ ശങ്കരേട്ടനോട് ചായക്കട നിർത്തി വീട്ടിലിരിക്കാൻ പറഞ്ഞതാണ്. ചിലവെല്ലാം അവർ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞു. പക്ഷേ സാധിക്കുന്ന കാലത്തോളം അധ്വാനിച്ച് ജീവിക്കണം എന്നാണ് ശങ്കരേട്ടൻ്റെയും ഭാര്യയുടെയും ആഗ്രഹം. അവർക്ക് മുന്നിൽ മക്കൾ കീഴടങ്ങി. ഒരു കവടിക്കിണ്ണത്തിൽ കുത്തരിക്കഞ്ഞിയും പ്ലാവില കുമ്പിൾ കുത്തിയും ഒരു കഷ്ണം വാഴയിലയിൽ നാളികേര ചമ്മന്തിയും വേലായുധൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു ശങ്കരേട്ടൻ. നല്ല വിശപ്പുണ്ടായിരുന്ന കാരണം രണ്ടാമതും കഞ്ഞി വാങ്ങി കുടിച്ചപ്പോഴാണ് വിശപ്പിന് ശമനമുണ്ടായത്. കൈ കഴുകി പണം കൊടുത്ത് കഞ്ഞിപ്പാത്രവുമായി വേലായുധൻ ഹോസ്പിറ്റലിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ മൊയ്തീനും പാത്തുവും പിള്ളേരെ കൊണ്ടുവന്നിരുന്നു. നേരം വെളുത്തപ്പോൾ മുതൽ മീരക്കുട്ടി അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ICUവിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു റൂമിലേക്ക് മാറ്റിയെന്ന്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. വേലായുധനെ കണ്ടപ്പോൾ ആരതിയും മീരയും അച്ഛാ എന്ന് വിളിച്ച് ഓടി വന്ന് കാലിന്മേൽ കെട്ടിപ്പിടിച്ചു. മക്കള് ഭക്ഷണം വല്ലതും കഴിച്ചോ? വേലായുധൻ കഞ്ഞിപ്പാത്രം ചമ്മന്തിയും മേശപ്പുറത്ത് വെച്ചിട്ട് ചോദിച്ചു. ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല 2 പേരും, പാത്തു പറഞ്ഞു. നിങ്ങൾ വല്ലതും കഴിച്ചോ? വേലായുധൻ പാത്തുവിനോടും മൊയ്തീനോടുമായി ചോദിച്ചു. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. ആണോ? എന്നാ വാ, നമുക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാം, എന്നിട്ട് സംസാരിക്കാം. വേലായുധൻ്റെ സ്നേഹത്തോടുള്ള നിർബന്ധത്തിന് മുന്നിൽ അവർ കീഴടങ്ങി. ജാനു, ഇപ്പോൾ കഞ്ഞി വേണോ? വേലായുധൻ ചോദിച്ചു. വേണ്ട, മക്കൾ കഴിച്ചിട്ട് മതി, ജാനു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ശങ്കരേട്ടൻ്റെ കടയിലേക്ക് പോയി. ശങ്കരേട്ടാ, 3 കഞ്ഞി ഇപ്പോൾ കഴിക്കാൻ. 3 കവടിക്കിണ്ണത്തിൽ കഞ്ഞിയും വാഴയിലയിൽ ചമ്മന്തിയും വിളമ്പി ശങ്കരേട്ടൻ. 1 മൊയ്തുവും 1 പാത്തുവും കഴിച്ചു തുടങ്ങി.
പിന്നെ മൂന്നാമത്തെ കഞ്ഞി 2 മക്കൾക്കും കോരി കൊടുത്തു വേലായുധൻ. കഞ്ഞി കുടി കഴിഞ്ഞ് പൈസ കൊടുത്ത് അവർ ജാനുവിനടുത്തേക്ക് പോന്നു. പോരുന്ന വഴി മൊയ്തു പറഞ്ഞു, നല്ല കഞ്ഞി വേലായുധേട്ടാ, ചമ്മന്തിയും നല്ല രുചിയുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്ര രുചിയുള്ള കഞ്ഞി ഇന്നാണ് കഴിക്കുന്നത്. എല്ലാവരും മുറിയിലെത്തി. വേലായുധൻ ജാനുവിനെ പതുക്കെ എണീപ്പിച്ചിരുത്തി. എന്നിട്ട് കഞ്ഞി കോരി കൊടുത്തു. ജാനു നല്ല കൊതിയോടെ കഞ്ഞി കുടിച്ചു. കഞ്ഞി കഴിഞ്ഞപ്പോൾ വേലായുധൻ ചോദിച്ചു, മതിയായോ? മതി വേലായുധേട്ടാ. വേലായുധൻ പാത്രം കഴുകി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. മക്കൾ ജാനുവിൻ്റെ അടുത്ത് വന്ന് നിന്നു. അവരുടെ തലയിൽ വിരലോടിച്ചുകൊണ്ട് ജാനു ചോദിച്ചു, മക്കൾ എന്താ കഴിച്ചേ? കഞ്ഞി കുടിച്ചു, ആതിര പറഞ്ഞു. മോൾ എന്തിനാ കരഞ്ഞേ? മീരയോട് ചോദിച്ചു. അമ്മയെ കാണാൻ വേണ്ടി, മീര പറഞ്ഞു. ഇപ്പോൾ സന്തോഷമായോ? ജാനു ചോദിച്ചു. സന്തോഷമായി, മീര പറഞ്ഞു. അമ്മയ്ക്ക് എന്താ പറ്റിയേ? ആതിര ചോദിച്ചു. അതോ, പുറത്ത് ചെറിയ മുറിവ് പറ്റിയതാ മോളെ. അമ്മ എന്നാ വീട്ടിലേക്ക് വരിക? മുറിവ് മാറിയിട്ട് വേഗം വരാട്ടോ. കുറേ ദിവസമാവുമോ മുറി ഉണങ്ങാൻ? ഒരാഴ്ച മതിയാവും. അതുവരെ പാത്തുചേച്ചിയുടെ കൂടെ കുറുമ്പൊന്നും കാണിക്കാതെ നിൽക്കണട്ടോ. ശരി അമ്മേ. നാളെ സ്കൂളിൽ പോകണം കേട്ടോ. പോകാം അമ്മേ. പഠിക്കാനുള്ളതെല്ലാം പാത്തുചേച്ചി പറഞ്ഞു തരും. അത് 2 പേരും കുറുമ്പ് കാട്ടാതെ കേൾക്കണട്ടോ. ശരി അമ്മേ. പിന്നെ മൊയ്തു, പുര ഇളക്കി മേയുന്ന കാര്യമെല്ലാം എന്തായി? ഉടനെ ചെയ്യണം ചേച്ചി. ഒരാളുടെ കല്യാണം ശരിയായിട്ടുണ്ട്. ആരുടെ? പാത്തുവിൻ്റെ. പാത്തുവിൻ്റെ കല്യാണമോ? ജംഗ്ഷനിൽ പച്ചക്കറിക്കടയും ഫ്രൂട്ട്സ് കടയും നടത്തുന്ന അഹമ്മദ് ഹാജിയുടെ താഴെയുള്ള മകനാണ് ഹക്കീം. ഡിഗ്രി പഠിത്തം കഴിഞ്ഞ് വന്നപ്പോൾ ഹാജിയാർ പറഞ്ഞു, മോനെ, നീ ഇനി വേറെ ജോലിക്കൊന്നും പോകണ്ട. കടയിൽ എന്നെ സഹായിച്ചാൽ മതി. എൻ്റെ കാലശേഷം കട നടത്താൻ ഒരാൾ വേണ്ടേ? അന്നു മുതൽ ഉപ്പയുടെ കൂടെ ചേർന്നതാണ് ഹക്കീം. ഇപ്പോൾ 2 വർഷമായി ഹക്കീം തന്നെയാണ് കട നടത്തുന്നത്. ഹാജിയാർ വല്ലപ്പോഴും മാത്രമേ കടയിൽ വരാറുള്ളൂ. ഹാജിയാർക്ക് വേറെയും കച്ചവടങ്ങൾ ഉണ്ട്. മരത്തിൻ്റെ കച്ചവടം, ഫർണിച്ചർ കച്ചവടം, തുണിക്കട, ഫ്രൂട്ട്സിൻ്റെ മൊത്തക്കച്ചവടം ടൗണിൽ വലിയ രീതിയിൽ തന്നെയുണ്ട്. പിന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് മറിച്ച് വിൽക്കുന്ന പണിയുമുണ്ട്. ഹാജിയാർക്ക് കച്ചവടം എന്ന് പറഞ്ഞാൽ പിരാന്താണ്. എന്തിനേയും കച്ചവടക്കണ്ണിൽ കൂടി നോക്കിക്കാണുന്നയാളാണ് ഹാജിയാർ. പൈസ പറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. 6 അടി ഉയരവും ഒത്ത തടിയും താടിയും ഗാംഭീര്യമുള്ള ശബ്ദവും ഹാജിയാരെ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആരെയും വശത്താക്കുന്ന സംഭാഷണമാണ് ഹാജിയാരുടെ. ഹാജിയാർക്ക് 3 ബീവിമാരാണുള്ളത്. 3 ബീവിമാരിലുമായി 12 മക്കളുണ്ട്. 7 ആണും 5 പെണ്ണും. എല്ലാവരും ഹക്കീമിനേക്കാൾ മൂത്തവരാണ്. 5 പെൺമക്കളുടെയും 6 ആൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു. ഹാജിയാരും ബീവിമാരും ആൺമക്കളും ബീവിമാരും എല്ലാം ഒന്നിച്ച് ഹാജിയാരുടെ കൊട്ടാരം പോലത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഹാജിയാരുടെ ബീവിമാരാണ് ഗൃഹഭരണം. എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടുമാണ് അവിടെ കഴിയുന്നത്. എല്ലാവരും കൂടിയാൽ കളിയും ചിരിയും ബഹളവുമാണ് ആ വീട്ടിൽ. കച്ചവടമെല്ലാം ആൺമക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉപ്പയുടെ നിർദ്ദേശപ്രകാരം മക്കളുടെ ബീവിമാരും കടയിലെ കണക്കെഴുത്ത് പഠിപ്പിച്ച് അവരെ കടയിലെ അക്കൗണ്ടന്മാരാക്കി വെച്ചു. ബീവിമാർ വീട്ടിലിരിക്കേണ്ട എന്ന് ഹാജിയാണ് പറഞ്ഞത്. 3ാമത്തെ ബീവിയുടെ താഴെയുള്ള മകനാണ് ഹക്കീം. കച്ചവടം മക്കളെ ഏൽപ്പിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് വീടിനടുത്തുള്ള ജംഗ്ഷനിൽ കണ്ണായ സ്ഥലത്ത് 15 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് എന്നറിഞ്ഞത്. ഒന്നും നോക്കിയില്ല. ആ സ്ഥലം വാങ്ങി വലിയ ഷെഡ് കെട്ടി ഫ്രൂട്ട്സിൻ്റെ മൊത്ത കച്ചവടം തുടങ്ങി. ഒപ്പം ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയും റീറ്റെയിൽ ഷോപ്പും തുടങ്ങി. ആ സമയത്താണ് താഴെയുള്ള മകൻ ഹക്കീമിൻ്റെ ഡിഗ്രി പഠനം കഴിയാറായത്. ഹാജിയാർ പറഞ്ഞു, മോനെ, നിന്റെ പഠനം കഴിഞ്ഞാൽ വേറെ ജോലിക്കൊന്നും നോക്കാൻ നിൽക്കണ്ട. പുതിയ കട നിനക്കുള്ളതാണ്. ഹക്കീമിനത് വലിയ ഇഷ്ടമായില്ല. പക്ഷേ ഉപ്പയുടെ വാക്ക് എതിർക്കാൻ സാധിക്കില്ലായിരുന്നു ഹക്കീമിന്. സുന്ദരനാണ് ഹക്കീം. പക്ഷേ ഇതുവരെ ഒരു മൊഞ്ചത്തിക്കും പിടികൊടുത്തിട്ടില്ല ആ സൗന്ദര്യം.